അഡ്വക്കേറ്റ് കെ സരൺകുമാർ, എൻ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാകുന്നത് മുതിർന്ന മുൻ DCC പ്രസിഡന്റുമാർ, ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ അടക്കം ഒരുക്കിയ ഒരു ചതിക്കുഴിയിൽ വീണ് കരകയറാൻ കഴിയാതെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നു, സ്വന്തം മകന് വിഷവും കൊടുത്ത്. അങ്ങനെ എഴുതി വെച്ച കുറിപ്പ് 10 ദിവസം കൊണ്ട് പാർട്ടി ഇടപെട്ട് പരിഹരിക്കും എന്നുള്ള അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് പുറത്തു വിടാതിരുന്ന് 27-ാം തീയതി മരിച്ചു. കഴിഞ്ഞ ദിവസം ആ കത്ത് പുറത്തു വിട്ടതിന് ശേഷം അവശേഷിക്കുന്ന ആ കുടുംബത്തിലെ ഏകതരിയായ ഒരു മകനെയും ആ കുടുംബാംഗങ്ങളെയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് ആത്മഹത്യയെക്കുറിപ്പാണോ എന്ന് തന്നെ സംശയമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് 15 വർഷത്തോളം നീണ്ട സഹകരണ മേഖലയിൽ നടന്ന കൊടിയ അഴിമതിയുടെ കഥകൾ, മറുഭാഗത്ത് നൂറ്റാണ്ട് കാലം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് നേതാക്കൾ പറയുന്നത് കേട്ട് സകല പണിയും ചെയ്തതിനു ശേഷം ഒരു മനുഷ്യന്റെ സ്വന്തം മകനെ വിഷം കൊടുത്തു കൊന്ന് ജീവൻ അവസാനിപ്പിച്ചതിന് ശേഷം ആ കുടുംബത്തോട് കാട്ടുന്ന നെറുകേട്, അത് രാഷ്ട്രീയ പ്രേരിതമായി CPM ചെയ്യുന്നതാണെന്നുള്ള ആരോപണത്തിൽ ഒതുക്കി നിർത്താവുന്നതാണോ കോൺഗ്രസുകാർക്ക്?